ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് കൂടല്ലൂർ, അല്ലാഹു തആല ഉസ്താദിന്റെ ഖബർ വിശാലാക്കട്ടെ, സ്വർഗീയ ഖബറാക്കട്ടെ. എല്ലാ നാളും ഒരു നാല് പോലും ബുടാണ്ടെ, എല്ലാ നാളും നങ്ങളെ പോലെ വാതുക പോയോണ്ടിന്നെ ഉസ്താദല്ലേ. ഇന്നലെ ജാവുക പോലും ദൂരെ പോയിട്ട് തമിഴ്നാട്ടില് വാളു ചൊന്നുറൂല, എന്നിട്ടതാ റായത്തില് വന്നിട്ട് ഉറങ്ങിത്തൂല. ഇണ്ടും ഞാൻ അതാ ഒരു നോട്ടീസ് നോക്കിയേ, ഇണ്ട് ജാവുക കാസർഗോഡ് ജില്ലയിലൊരു പക്കത്തില് വാളിലെ നോട്ടീസിലെ പേരുണ്ടു. നാളെ ഞങ്ങളെ ഉപ്പിനങ്ങാടിയുടെ മുട്ട തുർക്കളിക്കട തുർക്കളിക്കയുടെ പക്കത്തില് വാളിലെ നോട്ടീസിലെ പേരുണ്ടോ. ഈ ബണ്ട് 25 താരീഖ് നക്ക് കൊടക് ജില്ലയുടെ സുപ്രസിദ്ധ ഉറൂസര കേന്ദ്രായ എമ്മാട് എറുമാടിൽ നക്ക് വാളുണ്ടു. അതിരെ നേരെ പിത്യാണ്ട് 26 മസൂദ് സഖാഫി ഉസ്താദിന് മുഖ്യ പ്രഭാഷണായിട്ട് നോട്ടീസിലെ പേര് കണ്ട്. അതുപോലെ റമളാനിൽ പോലും വാള് കെട്ടിട്ട് കൊടുത്തതുണ്ടുല. പക്ഷേ നോക്കറു നിങ്ങ ഇണ്ട് പോയിട്ട് കബറിൽ കിടന്നിട്ട് തിങ്കളാഴ്ച ജാവു, ഒന്നാമത്തെ ജാവു ശഅബാന്റെ തിങ്കളാഴ്ച ജാവുലായിട്ട് കിട് മലക്കിങ്ങ വന്നിട്ട് മസൂദ് സഖാഫി ഉസ്താദിനെ സ്വാഗതാക്കിടോ. ഞാൻ ചൊന്നോട്ട് വന്നോ, ഓ മോമിനെ കാലി സ്റ്റാറ്റസിൽ എടുത്ത് വെച്ചെങ്കി മെയ്യാവാലെ, നീന് ബുൽപുഡ് സിംബോൾ സ്റ്റേറ്റസിൽ എടുത്ത് വെച്ചെങ്കി മെയ്യാവാലെ കേക്കട്ടാ. എല്ലാവർക്കും ആ മയ്യത്തറ മുട്ട ഓടിയെത്തുകാവണോട്ടില്ലേ. ആ ഉസ്താദരെ വാള് നാലുകും കേക്കിടങ്ങല്ലേ. ഞങ്ങെല്ലാരും ക്ലിപ്പാക്കിട്ട് സ്റ്റേറ്റസിൽ വെക്കിടങ്ങല്ലേ. കേക്കട്ടാ ഉസ്താദ് മറിച്ചേട്ടൊരു വിഷയം കിട്ടിയപ്പാ ഈ കൂട്ടത്തിൽ ഒരു യാസീനെങ്കിലും ഓതിട്ട് ആ ഉസ്താദരെ പേരിൽ ഹദിയാക്കിട്ട് ദുആർന്നങ്ങ എത്ര ആളുള്ളാറിട്ട് ഞാനൊന്ന് കേക്കട്ടാ. അത് ചെമ്മ ദൂറായത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ എത്തുക കഷ്ടാവൂ. ആയെങ്കിലും ഞങ്ങൾ ഈ ദൂര വെച്ചിട്ടെങ്കിലും ഒരു യാസീൻ ഓതിട്ട് ആ ഉസ്താദിന്റെ പേരിൽ ഹദിയാക്കിയതുണ്ടാ. അല്ലാഹുവേ നീ ഖബർ വിശാലാക്ക് റഹ്മാനേ, സ്വർഗീയ ഖബറാക്ക് റഹ്മാനേ. ഞങ്ങളെ ചെറിയ ഉസ്താദ് നന്റെ ഉസ്താദായിട്ട് കിട്ടി ചെറിയ ഉസ്താദ്, അള്ളാഹു ഉസ്താദിനെ ഖബർ വിശാലാക്കട്ടെ. ചെറിയ ഉസ്താദിനെ പ്രധാന ഒരു ശിഷ്യായിട്ട് കിട്ടി ഈ വഫാത്തായ മസൂദ് സഖാഫി ഉസ്താദ്. കാലി വാളുകളുടെ ഉസ്താദ് മാത്രമല്ല, ഹാഫിദ് വെക്കു ഖുർആൻ 30 ജുസ് കാണാണ്ട് ഗൊന്തു എന്നെങ്കിൽ കൊറിയ ഹാഫിദിങ്ങളെ പോലെയല്ല. കാണാണ്ട് ഗൊന്തു കേട്ടം കിട്ടില്ല, അങ്ങനല്ല. കാണാണ്ട് പഠിച്ചത് കേട്ടം കിട്ടാല മാത്രം. മുസാഫ് തുറന്നിട്ട് നോക്കിയാൽ കിട്ടും, അതിപ്പോ നമുക്കും കിട്ടുമല്ലേ. മസൂദ് സഖാഫി ഉസ്താദ് അങ്ങനെയല്ല. പിന്നെ ഏത് ടൈമിലും വിളിച്ച് കേട്ടെങ്കിലും അത് അപ്പുറം ഇപ്പുറം എല്ലാം അങ്ങനത്തെ ഹാഫിളായിട്ട് ചെറിയ ഉസ്താദ് സ്വന്തം ശിഷ്യരെ പോതിയോണ്ടിണ്ട്. ഉസ്താദിനെ ക്രെഡിറ്റ് ആയിട്ട് ഒരു മക്കു ശിഷ്യന്മാരെ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം സ്വന്തം ഉസ്താദിന്റെ അംഗീകാരം അല്ല. ബാക്കി നിങ്ങൾ എല്ലാവരും അംഗീകാരം കിട്ടിയില്ല, ഉസ്താദ് ഉണ്ട ബാക്കി നല്ല അഭിപ്രായം ഇല്ലേ, എങ്കിലും അവന്റെ അവസ്ഥ പോയമേ. ഇടീ റായത്തിൽ നോക്കുമ്പോ ഭയങ്കര സംഭവം. പക്ഷെ ഉസ്താദ് പടിപ്പാട്ടി ഉസ്താദ് ಬಗ್ಗೆ കേൾക്കുമ്പോ ഉസ്താദ് നല്ല അഭിപ്രായം ഒന്നും ഇല്ല ഉണ്ടവകെ. അതേ ടൈമിൽ മസൂദ് സഖാഫി ഉസ്താദ് അങ്ങനെയല്ല, പടിപ്പാട്ടിയ ഉസ്താദ് ചെറിയ ഉസ്താദിന് ഭയങ്കര നല്ല അഭിപ്രായമായിട്ട്. അല്ലാഹു ഖബർ വിശാലാക്കട്ടെ. നിങ്ങൊന്ന് വിചാരിച്ചു നോക്കറൂല, ഇതെല്ലാം കാണ്ട മനുഷ്യകു ദുനിയാവുലും വേറെന്തും നേരം ഉണ്ടാ പുറത്തുണ്ടാ. ഇന്നലെ വാള് ചെന്നുരുണ്ടു. അപ്പൊ ഞാൻ ആ വാളിലെ യൂട്യൂബിന്റെ ലിങ്ക് എടുത്തിട്ട് നോക്കിയ ഇന്നലത്തെ വാളല്ലേ, ആ വാളിൽ ഒരു ബച്ചലുണ്ടാ. ആ വാളിൽ കൊന്തവിടല്ലേ ഒരു ബച്ചലുണ്ടാ. ബച്ചൽ അപ്പമേ ഇന്ത നോക്കുമ്പോ ഒരു ബച്ചലും ഇല്ല. നിങ്ങൾ എടുത്തു നോക്കല്ലോ യൂട്യൂബ്, ഒരു ബച്ചലും ഇല്ല. എപ്പം സ്പീച്ച് ആക്കട പോലെ നല്ല ഉഷാറിൽ സ്പീച്ച്, ഒരു ബച്ചലും ഇല്ല. സുബ്ഹാനല്ലാഹ്. ഒരു നാലെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്നെത്താ, ICU കിടന്നെത്താ, ബാലക്കാറ വെന്റിലേറ്ററിൽ കിടന്നെത്താ. ഉമ്മ എന്തെങ്കിലും ഒരു സീക്ക് ചൊല്ലുകിന്ത ഉമ്മ ഇല്ലേ ദിക്കയഞ്ചു പോയാറ്. നാ ചൊന്നോണ്ട് വന്നോ ഇണ്ടത്തെ ഈ ശഅബാന്റെ തിങ്കളാഴ്ച ജാവു അതാ പോയിട്ട് കബറിൽ കിടന്നില്ലേ. അല്ലാഹു
അല്ലാഹുവേ നീ ആ ഉസ്താദിന്റെ ഖബർ വിശാലാക്ക് റഹ്മാനേ. എത്രമാ കാല എല്ലാ ജാവും നിന്റെ ദീന്റെ ബഗ്യ ഇൽമു ചൊന്നു കൊടുക്കൂ അല്ലാ. ഓടി നടന്ന ഉസ്താദ് അതിരെ എല്ലാം വെൽച്ച ആ ഖബറുകു നീ എത്തുപാട്ടി കൊടുക്കല്ലാ. എപ്പോഴും നാണും ചൊല്ലേണ്ടുണ്ടു. ആരെ കവറ് കണ്ടിട്ടല്ല ഞങ്ങ വാളു ചൊല്ലുക പോയിടോ. അങ്ങനെ ആരും കിനാവിലും എന്തും വിചാരിക്കണ്ട. ഞങ്ങ വാളു ചെന്നിട്ട് ഇണ്ട് തോലും ഞങ്ങ ദുനിയാവ് സമ്പാദിച്ചിട്ടില്ല. ഞങ്ങളെ പെഞ്ഞൈ മക്കു ഞങ്ങ എന്തും മാക്കി വെച്ചിട്ടുമില്ല. അതുപോലെ ഞങ്ങളെ ഉത്തരങ്ങു ഞങ്ങ എന്തും ഒരു ഇൻകം സോഴ്സ് ഞങ്ങ ആക്കി വെച്ചിട്ടില്ല. ഒരു വാളു ചെന്നിട്ടും നന്റെ വിഷയം എന്നാ ചൊല്ലുടെ എന്തും നാണാക്കി വെച്ചിട്ടില്ല. അതേ ടൈമിലു എന്തിങ്ങനെ ഓരോരുത്തരും വിളിക്കുമ്പോ വാളുക പോണ്ടോ. സുബ്ഹാനല്ലാഹ്. ഞാൻ എത്ര മുന്നോലൂടെ ബന്ധിച്ചേരെ ഫസ്റ്റ് സ്റ്റേജ് ബന്ധിച്ചോണ്ടാണ് ലാസ്റ്റ് വാൾ ചൊല്ലുന്നാണ് ഞങ്ങളാണെ പറയാ. ഇത് ഇനി ആ കൊത്തിറ എല്ലാ സംഘടകമായിട്ട് ചൊല്ലേ. ഇനി ഞങ്ങൾ ചൊന്നില്ലെങ്കിൽ ഇത് ആവാലെ ഞങ്ങക്ക് പേടിയാവട്ടെ. ഞങ്ങൾക്കും ജീവന ചൊന്നിട്ടൊന്നില്ല അജാർ. എല്ലാ സംഘടനമാരും ചിന്തിക്കും ബേ തുടങ്ങണം. നിങ്ങൾ ആരെല്ലാം വിളിക്കിടാറാ എല്ലാരും ബേ വിളിക്കും. കറക്റ്റ് ടൈമിൽ എത്തോ ചൊല്ലോ. അപ്പൊ നാ ഉഡ്ര വിഷയം ഉണ്ടല്ല നാ ചൊല്ലേ. ഉട ഇപ്പൊ തൊന്തരൊന്നുമില്ല. ഉഡ്ര വിഷയം ഉണ്ടല്ല ടോട്ടൽ നാ ചൊല്ലേ. എന്തോ നിങ്ങള് ബേ വിളിച്ചിട്ട് ബേഗ തീർക്കട പോലെ ആവണം. വാളുക വന്ന ഉസ്താദും കേക്കൊക്കെ വന്നവും ദ്വാരക്ക വന്ന തങ്ങവും ഗസ്റ്റുമാറും എല്ലാരും ബേ പോയിട്ട് വറങ്ങട പോലെ ആവണം. അങ്ങനെ വേണു. ഹിണ്ടിപ്പം ഉസ്താദ് മസൂദ് കാവിസ വഫാത്തായപ്പോ നക്ക് കോലേ കോലും ഉസ്താദ് മെയ് ജാവത്ത വാളെല്ലാം നിപ്പാട്ടും ബേ പോയി വറങ്ങോറുണ്ട് അജാർ നേരു തമസല്ല. ഞങ്ങളെ പിരിസവിക്കിടങ്ങ. അപ്പൊ ഞങ്ങളെ വാളുക വിളിക്കിടങ്ങല്ല ഞങ്ങളെ പിരിസവിക്കിടങ്ങാവണം. ചെമ്മക്കാല വാളു ചൊന്നോണ്ട് ഇക്കോണ് ചൊല്ലുന്ന ഒരു ബിയാറ വിളിക്കിടങ്ക് വീണു. അപ്പൊ വേഗ തുടങ്ങിട്ട് വേഗ തീർത്തിട്ട് 10-10:30 ഗಂಟೆ ആവുമ്പോ ഖലാസ് തീരണു. എന്റെ വാള് തുടങ്ങുമ്പോ ഗಂಟೆ എത്ര തീർന്നു വിചാരിച്ചു നോക്കൂ. എന്നാ ബേജാറിൽ ചൊല്ലോണ്ട് വിചാരിക്കണ്ട. ഞങ്ങ ചേഞ്ച് ആവണം ബദലാവണേ ആവണു. ചൊന്നോണ്ട് വന്നു. അല്ലാഹു തആല ഉസ്താദിಗೆ ദറജ വർദ്ധിപ്പിക്കട്ടെ റബ്ബേ. ആ ഉസ്താദിനെ പെഞ്ഞൈ മക്കു നീ നല്ല സമാധാനം കൊടുക്കു റഹ്മാനെ. ആ കുടുംബത്തിന് നീ സബർ കൊടുക്കു റഹ്മാനെ. ഞാൻ ചൊന്നോണ്ട് വന്നു. ആരും കവർ കണ്ടിട്ടല്ല ഞങ്ങൾ വാളുകൊണ്ട് അങ്ങനെ ആരും വിചാരിക്കണ്ട. കവർ എത്ര ഇക്കടേണ്ടി ഇട്ടവണും കൊന്തുണ്ട് റബ്ബു കൊന്തുണ്ട് നമുക്ക് കൊന്തിക്കു ഇല്ലേ ഇല്ലേ. ഇണ്ട് തോലും ഞങ്ങൾ എവിടെ നിങ്ങൾ അത്ര തരണു ഇത്ര തരണു അത്ര തന്നെ മാത്രം ആൾ ചൊല്ലേണ്ട്. ഒന്ന് ചൊല്ലട്ട് നോക്കാം. നൗഫൽ സഖാഫി ഒരു പക്കത്തിൽ ഡിമാൻഡ് ആക്കിയത് ഞാൻ പന്താഹ്വാനാക്കടെ ചലഞ്ച് ബൈ ചലഞ്ച്. ഒരു കമ്മീഷൻ എടുക്കട്ടെ. ഒരു ബ്രോക്കറെ നിപ്പാട്ടിട്ടാവട്ടെ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ടാവട്ടെ ഞങ്ങളെ വാളുക വിളിച്ച എത്ര പക്കത്തിൽ നിങ്ങൾ വാളുക പോയിടാ. എത്ര ഉറൂസുക പോയിടാ. എവിടെയെല്ലാം പോയിടാ. ഗൾഫുക പോയിടാ. ഇനിയും പോകുണ്ടോ ഈ നോമ്പുലോ. ചൊന്നുകൊണ്ട് വന്നേ എവിടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു എത്തുപാട്ടി തന്നെങ്കിൽ ഞാൻ ചൊന്നുകൊണ്ട് വന്നേ. പക്ഷെ ഇണ്ട് തോലും നിങ്ങൾ ഇത്ര തന്നെങ്കിൽ വാളു ചൊല്ലേട്ട് നാനാവട്ടെ നന്റെ ഒട്ടിക ഉള്ളങ്ങളെ കൊണ്ടാവട്ടെ ഞങ്ങൾ ചൊല്ലു പാട്ടിട്ടില്ല. നന്റെ ഒട്ടിക ഉള്ള കോൾ കൊണ്ടുള്ള ഉസ്താദിന്റെ ഫീസ് എത്തരാൻ ഫീസ് എത്തരാൻ ആരെങ്കിലും ഫീസ് പടിപാട്ടിരേ. ഈ ബിലിക്കറଙ୍କୁ ഫീസ് എത്തരാണ്ട് കേക്കോ പടിപ്പാട്ടി ഓണാറ്. വല്ലാഹി സുമ്മ വല്ലാഹി ഇണ്ട് തോലും ഒരു ഫീസ് തന്നിട്ട് വാളു ചൊന്നത് ഏതെങ്കിലും ഒരു വാളുക പിലിച്ചവണ് ചൊന്നെങ്കിൽ 4 നണ്ട വാൾ നനിപ്പാട്ടെ ഇൻഷാ അല്ലാഹ്. ധൈര്യത്തിൽ ചൊല്ലണു മാത്രം. ഇത്ര ഫീസ് കേട്ടിട്ട് അയാൾ വാളു ചൊന്ന് വന്നിട്ട് ഞങ്ങൾ റായത്തേക്ക് ഒരിക്കലും ഇല്ല. അതുകൊണ്ടല്ലേ ഇത്രയും പബ്ലിക്കിൽ ചൊന്നുണ്ടല്ലേ. ഇത് നിങ്ങൾ മാത്രമല്ല കേട്ടോണ്ടല്ലോ. ഇതാ ഈ എതിർല് ഇത്ര ദുനിയാവിടെ എല്ലാവരും കേട്ടോള്ളാറ്. അപ്പൊ ആ ചൊല്ലണമെങ്കിൽ ധൈര്യം ചെറിയ ധൈര്യമല്ല. അത് 100% ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ പബ്ലിക്കിൽ ചൊല്ലുക. അവിടെ ചൊന്നുകൊണ്ട് വന്നേ. പക്ഷെ എന്തിനാണ് ഇങ്ങനെ വാളുക പോണ്ടേ കേട്ടെങ്കില് ഞങ്ങൊന്ന് മറിച്ചെങ്കില് ഞങ്ങ മറിച്ചേണ്ട ഒരു ശുദ്ധി കേൾക്കുമല്ലേ. പണ്ടത്തെ പോലല്ലേ ഇന്റെ വാട്സപ്പിൽ മസൂദ് സഖാഫി ഉസ്താദ് വഫാത്തായ വിഷയമത്ത്. അപ്പൊ ഞങ്ങ മറിച്ചാണ്ട് ഒരു വിഷയ വാട്സപ്പിൽ ഇങ്ങനെ വരുമ്പോ സ്റ്റേറ്റസിൽ ഇങ്ങനെ എടുത്തു വയ്ക്കുമ്പോ അത് കാലി വാട്സപ്പിലും ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ മറിച്ചായിട്ടിക്കു ബാബാ ഷാ എന്തിനാ ബാബാ എന്തിനുള്ള ബാബാ ഈ മരിപ്പ് അങ്ങനെ ചെന്നിട്ട് കമന്റ് അടിച്ചിട്ട് മെയ്യാവാലേ.
ഒരു യാസീനെങ്കിലും ഓതിട്ട് ഹദിയാക്കുക മനസ്സ് പറഞ്ഞു ഞങ്ങളെ വാള് കേട്ട് മുത്തു മൂമിനിയെങ്കും ഉമ്മ പെങ്ങന്മാരും ഒരു ഖത്തുമെങ്കിലും ഓതിട്ട് അങ്ങനെ വേണം ഒരു ഖത്തുമെങ്കിലും ഓതിട്ട് ഞങ്ങളെ പേരിൽ ഹദിയാക്കുക മനസ്സ് പറഞ്ഞു ആ ഒരു ചിന്തയിലല്ലാണ്ട് ചൊല്ലട്ട മുസ്ലിമേ ഒരു ജാവും ഞങ്ങൾ ഉറക്ക് വഹിച്ചിട്ടില്ല എല്ലാ ജാവും വാള് കഴിഞ്ഞിട്ട് ദർശകെത്തുമ്പോ 2 ഗಂಟೆ 3 ഗಂಟೆ പിന്നെ സുബഹിയുടെ നടുല് ഉറങ്ങുക എത്ര ഗಂಟೆ നിങ്ങൊന്ന് കണക്ക് കൂട്ടൊരു നോക്കട ഉണക്ക് ഭാര്യ കൊസി ഓ ഭാര്യ വാളുക പോണ്ടേ ഉലവാവാ നാലുകും പോണ്ടേ പൈസ എത്രയ്ക്കൂ ಅದಕ್ಕೆ ನಾನು ಪಾಡ ಜೊನ್ನೆ ತಂಡ ಉಣಗು ಪೈಸೆ ತರ ಉಂಡು ಗೊಂತುಂಡು ರಬ್ಬಗುಂ ಕಾಂಡಿ ಕಿಟ್ರ ನಂಗು ಗೊಂತು ಅದೇ ಟೈಮಲ್ಲಿ ಜಾವು പോയിട്ട് 1 ಗಂಟೆಡ വർക്ക് സുബഹി നിസ്കാര കഴിഞ്ഞിട്ട് മറുവ മുത്തല്ലിമീങ്ങളെ കൂട്ടത്തില് രണ്ട് ശിഷ്യന്മാർക്ക് നക്ക് കിതാബ് ഓതി കൊടുക്കണു പിന്നെ പോൽമാനത്തിൽ ഒരു ഗಂಟೆ 1.5 ಗಂಟೆ വർക്ക് കിട്ടു ഇതല്ലേ ജാവുമാന ഇടി ഉറക്ക വഴിച്ചിട്ട് വാളുക പോണ്ട ഉസ്താദുമാരുടെ അവസ്ഥ അത് നണ്ടത് മാത്രല്ല എല്ലാരും അവസ്ഥ അങ്ങനെയല്ലേ ഓ മുഅ്മിനീങ്ങള് ആ ഉസ്താദുമാരെ ആഫിയത്തുള്ള ദീർഘായുസ്സുകമേനായിട്ട് വാല കേട്ടെങ്കിൽ മെയ്യാവാല നിങ്ങൾ എല്ലാരും നിസ്കാരത്തെ പായിൽ വെച്ചിട്ട് ദുആർക്കു മറക്കണ്ട പോയങ്ങ പിന്നെ വാപ്പാസ വണ്ടില്ല ഇനി മസൂദ് സഖാഫി ഉസ്താദിനെ പുതിയ വാല നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട പണ്ടത്തെ പഴയ വാലിങ്ങനെ നിങ്ങൾക്ക് കേൾക്കുക ഉണ്ടല്ലേ ഇനി ഞങ്ങളെ റായത്ത് വിളിക്കുണ്ട ഞങ്ങളെ റായത്ത് ഓരോ പ്രോഗ്രാം ഇനി വിളിച്ചിട്ട് വാലു ചൊല്ലുമാട്ടുണ്ട ഇത് ആ ഉസ്താദിനെ മാത്രല്ല നാളെ ഞങ്ങളും അവസ്ഥ ഇതുപോലെയല്ലേ അപ്പൊ എന്തികായിട്ട് വാളുക പോണ്ടോ നിങ്ങളെ പോലത്തെ മുഅ്മിനീങ്ങ ഞങ്ങ മരിച്ചെങ്കില് ഞങ്ങളെ ഒന്ന് നെനപ്പാക്കിട്ട് ആ ഉസ്താദ് ഞങ്ങളെ റായത്ത് വാളുക വന്നും തന്നെ പാവാ ഞങ്ങൾക്കൊന്നു ദുആർക്കല്ലേ എന്നിട്ടു നിങ്ങ ഉത്തരങ്ങെല്ലാരും ഒട്ടിക ചേരിട്ട് ഒരു യാസീൻ ഓതിട്ട് ഞങ്ങൾക്ക് മെയിനായിട്ട് ദുആർക്കുവാറല്ലേ പടച്ചറബേ ഈ ശഅബാൻ തിങ്കളുടെ തിങ്കളാശ ജാവുടെ ബറക്കത്ത് കൊണ്ടോ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് താ അല്ലാഹ് പോയിട്ട് കബറിൽ കിടക്കുക റെഡിയാവൂ ಅದಕ್ಕೆ ಸೀಕ್ ಬೇಣು ಉಂಟಿಲ್ಲ തടിയിൽ ഒരു നൊമ്പലം വേണു ഉണ്ടില്ല നിങ്ങൊന്ന് വിചാരിച്ചു നോക്കൊരു എവിടെക വാളുക പോയ ഉസ്താദ് അതേ ഇന്ന പക്കത്തിൽ റൂഹ് പിടിക്കണുണ്ട് റബ്ബടെ തീരുമാന ആ റൂഹ് പിടിക്കണായ ടൈമായപ്പ റൂഹ് പിടിക്കട പക്കത്ത് എത്തിപ്പോയില്ലേ ഇതുപോലെ നണ്ട റൂഹ് എവിടെ വെച്ചിട്ട് പിടിക്കടേണ്ട നക്ക് കൊത്തില്ല നിങ്ങളെ റൂഹ് എവിടെ വെച്ചിട്ട് പിടിക്കടേണ്ട നിങ്ങൾക്ക് കൊത്തില്ല പടച്ചറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ പക്ഷേ ആ കബറിൽ പോയിട്ട് കിടക്കിടതര മുന്നോലു കൊറിയ സ്വത്തുങ്ങാക്കി ബൈക്കറു മുസ്ലിമീങ്ങളെ കൊറിയ ആസ്തിങ്ങാക്കി ബൈക്കറു